പ്രിയപ്പെട്ടവരെ, ഹോപോനോപോനോ എന്നത് ഹവായൻ സംസ്കാരത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു ശക്തമായ ആത്മീയ ശുദ്ധീകരണ സമ്പ്രദായമാണ്. ഈ വാക്ക് 2 പദങ്ങൾ ചേർന്നതാണ്. ഹോ എന്നാൽ കാരണം എന്നും പോനോ എന്നാൽ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ തെറ്റുകൾ തിരുത്തുക എന്നും അർത്ഥമാക്കുന്നു. അതായത് തെറ്റുകൾ തിരുത്തി പൂർണ്ണതയിലേക്ക് എത്തുക എന്നതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം. ഈ വിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും, പ്രശ്നങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മറ്റ് ആളുകളുടെ പ്രവർത്തികൾ ഉൾപ്പെടെ 100% ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുക എന്നതാണ്. നമ്മുടെ പുറത്ത് കാണുന്ന ഒരു പ്രശ്നവും യഥാർത്ഥത്തിൽ പുറത്തല്ല. അവയെല്ലാം നമ്മുടെ ഉപബോധമനസ്സിൽ സംഭരിക്കപ്പെട്ടിട്ടുള്ള പൂർവികരിൽ നിന്നോ മുൻകാല അനുഭവങ്ങളിൽ നിന്നോ ലഭിച്ച വിഷലിപ്തമായ ഓർമ്മകളുടെ പ്രതിഫലനം മാത്രമാണ്. ഹോപോനോപോനോ പരിശീലിക്കുന്നതിന്റെ രീതി വളരെ ലളിതമാണ്. എങ്കിലും ഇതിന്റെ ഫലം ലഭിക്കണമെങ്കിൽ അത് ആത്മാർത്ഥതയോടെയും ഉത്തരവാദിത്തബോധത്തോടെയും ചെയ്യണം. പഴയ ഓർമ്മകളെയും പ്രോഗ്രാമുകളെയും മായ്ച്ചുകളയാനും മനസ്സിനെ ശൂന്യതാവസ്ഥയിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയാണ് 4 ലളിതമായ വാചകങ്ങൾ ഉപയോഗിക്കുന്നത്. എനിക്ക് വിഷമമുണ്ട്. ഈ പ്രശ്നത്തിന് കാരണമായ ഓർമ്മകൾ എന്റെ ഉള്ളിൽ ഉള്ളതിനെക്കുറിച്ച് ഞാൻ പൂർണ്ണമായി പശ്ചാത്തപിക്കുന്നു. ദയവായി എന്നോട് ക്ഷമിക്കണം. ഈ ഓർമ്മകളെ ശുദ്ധീകരിക്കാൻ പ്രപഞ്ചശക്തിയോട് ക്ഷമ ചോദിക്കുന്നു. നന്ദി. ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നതിനും എന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന സമൃദ്ധിക്കും ഞാൻ കൃതജ്ഞത പ്രകടിപ്പിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹം എന്ന ഏറ്റവും വലിയ പരിവർത്തന ശക്തിയാൽ ഈ ഓർമ്മകളെ ഞാൻ മായ്ക്കുന്നു. പണവുമായി ബന്ധപ്പെട്ട ഭയം, കടം, ധനനഷ്ടം തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ഉള്ളിലെ പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് പ്രോഗ്രാമിംഗിന്റെ ഫലമാണ്. ഹോപോനോപോനോ പരിശീലിക്കുന്നതിലൂടെ ഒരാൾ ഈ നെഗറ്റീവ് ഡാറ്റ മായ്ച്ചുകളയുകയും അതുവഴി സമൃദ്ധി സ്വീകരിക്കാൻ മനസ്സിനെ പൂർണ്ണമായി തുറക്കുകയും ചെയ്യുന്നു. ഇത് പണം ആകർഷിക്കുന്നതിന് പകരം അത് ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങളെ നീക്കം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. പണത്തിനായി ഹോപോനോപോനോ ചെയ്യേണ്ട രീതി നമുക്ക് നോക്കാം. 4 വാചകങ്ങൾ കൂടാതെ സാമ്പത്തിക സമൃദ്ധിക്കായി ഹോപോനോപോനോയിൽ ഉപയോഗിക്കുന്ന ചില പ്രത്യേക സാങ്കേതിക വിദ്യകൾ ഇതാണ്. നിങ്ങളുടെ പഴ്സ് അല്ലെങ്കിൽ ബാങ്ക് ബുക്കുകൾ എടുത്തുപിടിക്കുക. അവ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയുടെ പ്രതിഫലനമാണ്. നിങ്ങൾ ഈ വസ്തുക്കളോട്, പഴ്സിനോടോ ചെക്ക് ബുക്കിനോടോ മനസ്സിൽ സംസാരിക്കുക. എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ എല്ലാ ഓർമ്മകളെയും ഞാൻ ഈ ചെക്ക് ബുക്ക് വാലറ്റ് ഉപയോഗിച്ച് വൃത്തിയാക്കുന്നു. എനിക്ക് വിഷമമുണ്ട്. എന്നോട് ക്ഷമിക്കണം. നന്ദി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എനിക്ക് വിഷമമുണ്ട്. എന്നോട് ക്ഷമിക്കണം. നന്ദി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എനിക്ക് വിഷമമുണ്ട്. എന്നോട് ക്ഷമിക്കണം. നന്ദി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇത് നിങ്ങളുടെ പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് വികാരങ്ങളെയും ഭയത്തെയും ശുദ്ധീകരിക്കുന്നു. ഹെലിയസ് റെയിൻ. ഇതൊരു പ്രത്യേക മാനസിക ക്ലീനിംഗ് ടൂളാണ്. ഒരു പ്രത്യേക സാമ്പത്തിക പ്രശ്നത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇത് ഉപയോഗിക്കുന്നു. ചെയ്യേണ്ടത് നിങ്ങളുടെ കടക്കെണിയിലോ പണത്തിന്റെ അഭാവത്തിലോ ശ്രദ്ധിച്ച് മനസ്സിൽ ആവർത്തിക്കുക. ഇത് ഒരു മനഃശാസ്ത്രപരമായ താക്കോൽ വാക്കാണ്. ഇത് പറയുന്നത് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നത്തിന് കാരണമായ എല്ലാ ഓർമ്മകളും മഴപോലെ കഴുകി വൃത്തിയാക്കപ്പെടട്ടെ എന്നാണ്. ഹെലിയസ് റെയിൻ.
ഹെലിയസ് റെയിൻ. ഹെലിയസ് റെയിൻ. വാട്ടർ മെഡിറ്റേഷൻ പണം ഒഴുകിയെത്തുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ജലം ഒരു ശുദ്ധീകരണ ഉപകരണം കൂടിയാണ്. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ധ്യാനിക്കുക. നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ വെള്ളത്തിലേക്ക് ഒഴുകിപ്പോകുന്നതായി സങ്കൽപ്പിക്കുക. ഈ ഗ്ലാസ് വെള്ളത്തോട് പറയുക, നിങ്ങൾക്ക് നന്ദി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ പണത്തെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും നീ വൃത്തിയാക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ പണത്തെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും നീ വൃത്തിയാക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ പണത്തെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും നീ വൃത്തിയാക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ പണത്തെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും നീ വൃത്തിയാക്കുന്നു. ശേഷം ആ വെള്ളം കുടിക്കുകയോ പുറത്തേക്ക് ഒഴിക്കുകയോ ചെയ്യുക. ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കുക. സുഖപ്രദമായ ഒരിടത്ത് ഇരിക്കുക അല്ലെങ്കിൽ കിടക്കുക. കണ്ണുകൾ അടയ്ക്കുക. മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും വായിലൂടെ പുറത്തേക്ക് വിടുകയും ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. സാമ്പത്തിക പ്രശ്നത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ആവർത്തിച്ചു പറയുക, എനിക്ക് വിഷമമുണ്ട്, ദയവായി എന്നോട് ക്ഷമിക്കണം. ഈ ഓർമ്മകളോട് നിങ്ങൾ വിനയത്തോടെ ക്ഷമ ചോദിക്കുന്നതായി സങ്കൽപ്പിക്കുക. ഇത് മനസ്സിന്റെ വിഷാംശം ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ക്ഷമയ്ക്ക് ശേഷം ഏറ്റവും ശക്തമായ ശുദ്ധീകരണ ശക്തിയായ സ്നേഹം നൽകുക. അടുത്ത 10 മിനിറ്റ് ഈ വാചകങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നന്ദി. നിങ്ങൾ ഈ ഓർമ്മകളെ നിരുപാധികം സ്നേഹിക്കുന്നതിലൂടെ അത് ശുദ്ധീകരിക്കപ്പെടുന്നതായി സങ്കൽപ്പിക്കുക. നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിലേക്ക് സമൃദ്ധി ഒഴുകിയെത്തുന്നതിന് മുൻകൂട്ടി നന്ദി പറയുക. ഈ സാമ്പത്തിക പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതിന് കാരണം നിങ്ങളുടെ ഉള്ളിലെ ഏതോ ഒരു ഓർമ്മ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ആണെന്ന് അംഗീകരിക്കുക.
ഈ ഓർമ്മകളാണ് പ്രശ്നം സൃഷ്ടിക്കുന്നതെന്നും നിങ്ങൾ ഇതിന്റെ 100% ഉത്തരവാദി ഏറ്റെടുക്കുന്നു എന്നും മനസ്സിൽ ഉറപ്പിക്കുക. മനസ്സിൽ പറയുക, എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിന് കാരണമായ എല്ലാ ഓർമ്മകളുടെയും ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ആ പ്രശ്നം ഉണ്ടാക്കിയ ഓർമ്മകളോട് നിങ്ങൾ 4 വാചകങ്ങൾ ആവർത്തിക്കുക. ഇത് നിങ്ങളുടെ ഉള്ളിലെ ശബ്ദത്തിൽ അല്ലെങ്കിൽ പതിഞ്ഞ സ്വരത്തിൽ ആകാം. എനിക്ക് വിഷമമുണ്ട്. ഈ പ്രശ്നം ഉണ്ടാക്കിയ ഓർമ്മകളെക്കുറിച്ച് ഞാൻ പശ്ചാത്തപിക്കുന്നു. ദയവായി എന്നോട് ക്ഷമിക്കണം. ഈ ഓർമ്മകളെ ശുദ്ധീകരിക്കാൻ എന്റെ ഉള്ളിലെ ദൈവിക ശക്തിയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നന്ദി, ഈ ശുദ്ധീകരണം നടന്നതിന് ഞാൻ നന്ദിയുള്ളവനാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ ഉള്ളിലെ ഈ ഓർമ്മകളെയും എന്നെയും ഞാൻ സ്നേഹിക്കുന്നു. എനിക്ക് വിഷമമുണ്ട്. ഈ പ്രശ്നം ഉണ്ടാക്കിയ ഓർമ്മകളെക്കുറിച്ച് ഞാൻ പശ്ചാത്തപിക്കുന്നു. ദയവായി എന്നോട് ക്ഷമിക്കണം. ഈ ഓർമ്മകളെ ശുദ്ധീകരിക്കാൻ എന്റെ ഉള്ളിലെ ദൈവിക ശക്തിയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നന്ദി, ഈ ശുദ്ധീകരണം നടന്നതിന് ഞാൻ നന്ദിയുള്ളവനാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ ഉള്ളിലെ ഈ ഓർമ്മകളെയും എന്നെയും ഞാൻ സ്നേഹിക്കുന്നു. എനിക്ക് വിഷമമുണ്ട്. ഈ പ്രശ്നം ഉണ്ടാക്കിയ ഓർമ്മകളെക്കുറിച്ച് ഞാൻ പശ്ചാത്തപിക്കുന്നു. ദയവായി എന്നോട് ക്ഷമിക്കണം. ഈ ഓർമ്മകളെ ശുദ്ധീകരിക്കാൻ എന്റെ ഉള്ളിലെ ദൈവിക ശക്തിയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നന്ദി, ഈ ശുദ്ധീകരണം നടന്നതിന് ഞാൻ നന്ദിയുള്ളവനാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ ഉള്ളിലെ ഈ ഓർമ്മകളെയും എന്നെയും ഞാൻ സ്നേഹിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നത് വരെ ഈ 4 വാചകങ്ങൾ ആവർത്തിച്ച് പറയുക. എനിക്ക് വിഷമമുണ്ട്. ഈ പ്രശ്നം ഉണ്ടാക്കിയ ഓർമ്മകളെക്കുറിച്ച് ഞാൻ പശ്ചാത്തപിക്കുന്നു. ദയവായി എന്നോട് ക്ഷമിക്കണം. ഈ ഓർമ്മകളെ ശുദ്ധീകരിക്കാൻ എന്റെ ഉള്ളിലെ ദൈവിക ശക്തിയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നന്ദി, ഈ ശുദ്ധീകരണം നടന്നതിന് ഞാൻ നന്ദിയുള്ളവനാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ ഉള്ളിലെ ഈ ഓർമ്മകളെയും എന്നെയും ഞാൻ സ്നേഹിക്കുന്നു. എനിക്ക് വിഷമമുണ്ട്. ഈ പ്രശ്നം ഉണ്ടാക്കിയ ഓർമ്മകളെക്കുറിച്ച് ഞാൻ പശ്ചാത്തപിക്കുന്നു. ദയവായി എന്നോട് ക്ഷമിക്കണം. ഈ ഓർമ്മകളെ ശുദ്ധീകരിക്കാൻ എന്റെ ഉള്ളിലെ ദൈവിക ശക്തിയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നന്ദി, ഈ ശുദ്ധീകരണം നടന്നതിന് ഞാൻ നന്ദിയുള്ളവനാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ ഉള്ളിലെ ഈ ഓർമ്മകളെയും എന്നെയും ഞാൻ സ്നേഹിക്കുന്നു. എനിക്ക് വിഷമമുണ്ട്. ഈ പ്രശ്നം ഉണ്ടാക്കിയ ഓർമ്മകളെക്കുറിച്ച് ഞാൻ പശ്ചാത്തപിക്കുന്നു. ദയവായി എന്നോട് ക്ഷമിക്കണം. ഈ ഓർമ്മകളെ ശുദ്ധീകരിക്കാൻ എന്റെ ഉള്ളിലെ ദൈവിക ശക്തിയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നന്ദി, ഈ ശുദ്ധീകരണം നടന്നതിന് ഞാൻ നന്ദിയുള്ളവനാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ ഉള്ളിലെ ഈ ഓർമ്മകളെയും എന്നെയും ഞാൻ സ്നേഹിക്കുന്നു. പ്രശ്നം പൂർണ്ണമായി പ്രപഞ്ചബോധത്തിന് വിട്ടുകൊടുക്കുക. ഞാൻ എന്റെ ശുദ്ധീകരണം ചെയ്തു. ഇപ്പോൾ ഇത് ദൈവികതയുടെ കൈകളിലാണ്. ഈ ഓർമ്മകൾ മാഞ്ഞുപോയിരിക്കുന്നു. എന്റെ ജീവിതത്തിലേക്ക് സമൃദ്ധി എത്താൻ ഞാൻ അനുവദിക്കുന്നു. ഞാൻ എന്റെ ശുദ്ധീകരണം ചെയ്തു. ഇപ്പോൾ ഇത് ദൈവികതയുടെ കൈകളിലാണ്. ഈ ഓർമ്മകൾ മാഞ്ഞുപോയിരിക്കുന്നു. എന്റെ ജീവിതത്തിലേക്ക് സമൃദ്ധി എത്താൻ ഞാൻ അനുവദിക്കുന്നു. ഞാൻ എന്റെ ശുദ്ധീകരണം ചെയ്തു. ഇപ്പോൾ ഇത് ദൈവികതയുടെ കൈകളിലാണ്. ഈ ഓർമ്മകൾ മാഞ്ഞുപോയിരിക്കുന്നു. എന്റെ ജീവിതത്തിലേക്ക് സമൃദ്ധി എത്താൻ ഞാൻ അനുവദിക്കുന്നു. സെഷൻ പൂർണ്ണമാക്കുക. ഒരു നിമിഷം കണ്ണുകൾ തുറക്കാതെ ഇരിക്കുക.
നിങ്ങൾക്ക് ലഭിച്ചേക്കാവുന്ന എല്ലാ സമൃദ്ധിക്കും നന്ദി പറയുക. സാവധാനം കണ്ണുകൾ തുറന്ന് സാധാരണ അവസ്ഥയിലേക്ക് വരിക. ദിവസത്തിൽ പല തവണയായി ഇത് ചെയ്യാം. ഒരു സമയം 5 മിനിറ്റോ 15 മിനിറ്റോ എടുത്ത് തുടർച്ചയായി ചെയ്യുന്നത് ഫലപ്രദമാണ്. എന്നിരുന്നാലും ഒരു ദിവസം കുറഞ്ഞത് 108 തവണയെങ്കിലും ഇത് ചൊല്ലാൻ ശ്രമിക്കുക. ശുദ്ധീകരണം നടന്ന ശേഷം പണം സമ്പാദിക്കാനോ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനോ നിങ്ങൾക്ക് ലഭിക്കുന്ന പുതിയ ആശയങ്ങൾ അല്ലെങ്കിൽ പ്രചോദനങ്ങൾ ശ്രദ്ധിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. അവസാനമായി ഓർക്കുക, ഹോപോനോപോനോ എന്നത് ഒരു മാന്ത്രിക വിദ്യയല്ല, മറിച്ച് സ്ഥിരമായ ശുദ്ധീകരണത്തിലൂടെ നിങ്ങളുടെ ഉപബോധമനസ്സിനെ ശാന്തമാക്കാനുള്ള ഒരു ആത്മീയ യാത്രയാണ്. നിങ്ങൾ എത്രത്തോളം ക്ലീൻ ചെയ്യുന്നുവോ അത്രത്തോളം പ്രചോദനങ്ങളും അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. പണത്തിനായി ഹോപോനോപോനോ പരിശീലിക്കുമ്പോൾ നിങ്ങൾ പണം വരും എന്ന് പ്രതീക്ഷിക്കുന്നതിന് പകരം പണം വരാനുള്ള തടസ്സങ്ങളെ വൃത്തിയാക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ എത്രത്തോളം ശുദ്ധീകരിക്കുന്നുവോ അത്രത്തോളം സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് യാന്ത്രികമായി ആകർഷിക്കപ്പെടും. Thank you God. Thank you all.